പണിക്ക് പോയിട്ട് പണിയെടുക്കാൻ. അല്ല സുമേഷ് ചേട്ടാ, എങ്ങോട്ടാണ്? ഞങ്ങൾ ചന്ത വരെ പോകണം. നടക്കാണ് വയസ്സാം കാലത്ത് കേറി വണ്ടി കയറി വണ്ടിയില്ല, ആ പോലീസ് പിടിക്കുന്നു. അത് നിങ്ങൾ എന്തെങ്കിലും കട്ടാ? അല്ലെന്ന്, ഹെൽമെറ്റ് തലയിൽ വെച്ചില്ലേ പോലീസ് പിടിക്കും. ഓ അതാണ് പ്രശ്നം. അപ്പൊ നിയമം നോക്കി നടക്കുകയാണല്ലേ? ഇത് കണ്ടെങ്കിൽ എന്റെ ഹെൽമെറ്റാ അത്. ഞാൻ എന്റെ തലയിൽ വെച്ചിക്കണ്, എന്റെ ഹെൽമെറ്റ് ഇതാ. ഇതേ അവിടെ വെക്കാനുള്ളതല്ല, അത് തലയിൽ വെക്കാനുള്ളതാണ്. നിയമം പോലെ നമ്മൾ പാലിച്ചോളാം. അതൊക്കെ ഞമ്മക്കറിയാം. പക്ഷെ ഇത് ഇട്ടാണ്ടല്ലോ, ഇതൊന്ന് ഇട്ട് നോക്കണം നിങ്ങള്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ചൂടും പോച്ച മുടിയൊക്കെ കൊഴിഞ്ഞു പോവാന്ന്. അതുകൊണ്ട് ഞാൻ പോലീസിനെ കാണുമ്പോ നമ്മളിതൊന്നും എടുത്തു വെക്കൂ. അന്ന് പൊടിയിലായി ഞാൻ കയറൂല. പോലീസ് പിടിച്ച ഫൈന് ഞാൻ കൊടുത്താ പോരെ? എന്നാ പിന്നെ ഞാൻ കയറാം. നിങ്ങളാരാ? എന്റെ കൂട്ടുകാരാണ്. എന്നാ പിന്നെ രണ്ടാൾ കയറി ജോലിയാക്കി പോവാ. അപ്പൊ പോലീസ് തന്നെ പിടിക്കൂലേ? നിങ്ങളെങ്ങനെ പിടിച്ചു? ഹെൽമെറ്റ് ഇടാണ്ട്. മൂന്നാമതല്ല നിങ്ങൾ ഇരിക്കണേ. മൂന്നാമത്തെ ആക്കി ഹെൽമെറ്റ് നിർബന്ധമൊന്നുമില്ല, രണ്ടാമത്തെ ആക്കി. അങ്ങനെയൊക്കെയല്ലേ പോവുക. ഇറങ്ങൂ, അങ്ങോട്ട് ഇറക്കിക്കൂടി. അല്ലല്ല, കാലും കൊണ്ട് ഒന്ന് പൊക്കി വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ കയറിക്കോളി. അല്ല, ഇത് ഇങ്ങനെ മുൻകേറിപ്പോ ഞാൻ എങ്ങനെ പോവാ? വണ്ടി ഓടിക്കാൻ പറ്റില്ല, കുറച്ച് പുറകോട്ടിരിക്കും. ശരി, ഇത്തിരി സ്ഥലം തന്നപ്പോ കംപ്ലീറ്റ് അങ്ങോട്ട് എടുക്കുക ഞങ്ങള്. പോവല്ലേ, പിടിച്ചിരുന്നോളിട്ടോ. പോയിക്കോളൂ. പോടാ പോടാ. ഒരു പ്രാക്ടീസ് നടത്തി. അതെ, നമ്മുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താ സാറേ? ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തി, എന്താ കാര്യം? ഫൈന് കൂട്ടി, വല്ല കാര്യം ഉണ്ടാ? ഇപ്പൊ തന്നെ ഏകദേശം 10-30 ആയി. ഖജനാവിലേക്ക് കാശ് വരട്ടെ സാറേ, നമുക്കെന്താ? അല്ല സാറേ, നമുക്ക് ഒരു പോലീസുകാരന് ഇപ്പോൾ ഒരു ലാത്തിയല്ലേ ഉള്ളൂ. ഒരു പോലീസുകാരന് 2 ലാത്തി കൈ പിടിക്കാനുള്ള വകുപ്പുണ്ടോ? അതെന്തിനാണ് സാറേ? നമ്മളിപ്പോൾ വണ്ടി നിർത്താവുമ്പോൾ ഒരെണ്ണം വെച്ച് എറിയുമല്ലോ. കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലാത്തി ഉണ്ടെങ്കിൽ അതും കൂടി പരീക്ഷിക്കാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം CIന്റെ അടുത്ത് പറയാം. CI സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ലാത്തി ആക്കണ്ട, കുറച്ച് കൂടുതൽ ലാത്തി തരാൻ പറയും. അതെന്തിനാ? അല്ല, നമുക്കത് എവിടെയെങ്കിലും ഒരു സൂക്ഷിക്കാനൊരു സംവിധാനം വേണം. അതിന് നമ്മുടെ മറ്റേ പുള്ളിയില്ലേ, അർജുനൻ. തട്ടിമുട്ടിയില്ലേ? അല്ല, യുദ്ധത്തിലൊക്കെ പോണ ഒരു അർജുനനല്ലേ? നമ്മുടെ രാമായണത്തിലെ അർജുനൻ. മറ്റേ ഭാരതത്തിലെ മഹാഭാരതത്തിൽ പുള്ളി അമ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ബാക്കി വെച്ചേക്കുമല്ലോ, എന്താ എന്റെ പേര്? അത് മറ്റേ ഇടങ്ങഴി. അല്ല സാറേ, ആവനാഴി. അപ്പൊ CI സാറിനോട് പറഞ്ഞു നമുക്കും അങ്ങനെ ഒരു ആവനാഴി തരാൻ പറയണം. നമുക്ക് ലാത്തി എല്ലാം കൂടെ ഇതിനകത്തൊരു 10-15 ലാത്തി ഇതിൽ കിടന്നാലും നമുക്ക് എങ്ങനെ എടുത്തിട്ട് അപ്പൊ 2 ലാത്തി ആയാലും നമുക്ക് അറിയാമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എറിയുക.